Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ലൊരു സ്വീറ്റ് ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഷുഗർ. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നുള്ളത്. ഇത് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നുള്ളത്. ഇതിൻ്റെ സൈഡിൽ 1.5 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അത് തിളച്ച ശേഷം ഈ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് അവിടെ വെച്ചിട്ടുള്ളത്. അതാവുന്ന നേരം കൊണ്ട് ഇതിലേക്ക് നമ്മളൊരു ബോൾസ് ആക്കി ഇടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂണ് നല്ല ഗീയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗീ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി, 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് മുട്ട ഇടാതെയും ഉണ്ടാക്കാം. ഇതിലേക്ക് കാർഡമം പൗഡറാണ് 1 ടീസ്പൂൺ ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. ഈ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾക്ക് ഇത് വെച്ചിട്ട് മതി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾക്ക് കുഴച്ചെടുക്കാൻ പാകത്തിന് ഉണ്ടാവും അത്. അപ്പോഴേക്കും നമ്മളുടെ ഷുഗർ ഇവിടെ കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. മിൽക്കും ആ ടൈമിൽ നമ്മൾക്ക് ഇവിടെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് ആ മിൽക്ക് ഒന്നായിട്ട് ഒഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതിൽ രണ്ടും ചൂടനല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ അത് യോജിച്ചോളും, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ പൊങ്ങി തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയ്യിലിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പൊങ്ങിയിട്ട് പുറത്തേക്ക് വരില്ല. പാല് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. 6 കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സൗണ്ട് ചേഞ്ച് ആയിരിക്കുന്നുള്ളത് എനിക്ക് ത്രോട്ട് പെയിൻ ആണ്. അപ്പോൾ ഒട്ടും സംസാരിക്കാനൊന്നും വയ്യ, അങ്ങനെയാണ് സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇത് തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൊടി, പാൽപ്പൊടിയിൽ അത് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂണ് ചൂടുവെള്ളത്തിൽ വേണം. എന്നിട്ട് നമ്മൾക്ക് ഈ പാലിൻ്റെ കൂട്ടിലേക്ക് നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കാരമലൈസ് ചെയ്ത ഷുഗറിലേക്കാണ് നമ്മൾ ഈ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മളുടെ ഇത് ഇവിടെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ സെയിം റസ്മലായൊക്കെ ചെയ്യൂലേ, അതേപോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ ഇതും. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതിനെ ബോൾസാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. കുറേ ഞാൻ റൗണ്ട് ഷേപ്പാക്കിയിട്ടും മറ്റത് അല്ലാത്തയാക്കിയിട്ടും ഓരോരോ ഷേപ്പിലാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മുട്ട വേണ്ടാന്നുള്ളവരെ തികച്ചും ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാല് തിളച്ച് വന്നിട്ട് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് കുങ്കുമപ്പൂവില്ലേ, സാഫ്രോണ്, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ടേസ്റ്റ് നല്ല ഡിഫറെൻറ്റ് അറബിക് ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസില്ലേ ഉണ്ടാക്കിയിട്ട്, അതാണ് കേട്ടോ ഈ ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ കുറേ എണ്ണം പൊടിഞ്ഞിട്ട് പോവും, കുറച്ചെണ്ണം മാത്രം ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ ഈ നല്ലോണം സോഫ്റ്റ് കൂടിയത് കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നവരെ മുട്ട ഒഴിവാക്കിയിട്ട് വെറും ഓയിലും ബാക്കി പാലിലും മാത്രമായിട്ട് കുഴച്ചെടുക്കാം. ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ പൊടിഞ്ഞിട്ട് പോവും, പൊടിഞ്ഞു പോയിട്ട് പായസം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഇത് എനിക്കിവിടെ 3-4 മാത്രമേ അങ്ങനെ പൊടിഞ്ഞു പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിൻ്റെ ഉള്ളത്, വെള്ളം പോലായിട്ടല്ല. അപ്പോൾ ഇതിൻ്റെ പൊടിഞ്ഞതുമായി, അപ്പോൾ അത് നല്ലോണം കുറുകിയതിൻ്റെ ആയി.
പിന്നെ മിൽക്ക് പൗഡറൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആയിട്ട് വല്ലാത്തൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റാണ്. ഇത് തണുപ്പിച്ച് കഴിക്കാനും അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇതിനുള്ളത്. ഈ പാൽപ്പൊടി നമ്മളെ കയ്യിലില്ലെങ്കിൽ പനീറില്ലേ, പനീർ, ആ പനീർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമ്മൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ആ പനീറിനെ ഒന്ന് ബോൾസാക്കി എടുക്കണം ആദ്യം. അങ്ങനെ അത് ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ സെയിം രസഗുളൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ മിൽക്ക് പൗഡറിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാനും ഇനി ഇത് മാത്രം മതി. അത്രയ്ക്കും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കൂടിയാണ് കേട്ടോ ഇത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഏത് തരം വീഡിയോസാണ് ഇഷ്ടമുള്ളതെന്ന് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.